നിങ്ങൾ ഭയങ്കര സ്പീഡിൽ പോയാൽ സമയം നിങ്ങൾക്കായി പതിയെയാവും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയൊന്നുമല്ലട്ടോ. ഇതാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമം. വേഗത കൂടുമ്പോൾ സ്ഥലവും കാലവും എങ്ങനെയാണ് മാറുന്നത് എന്ന് നമുക്ക് കാട്ടിത്തരുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന ആശയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പോ ഈ ഒരു അടിപൊളി ഐഡിയ മനസ്സിലാക്കാൻ നമ്മളൊരു 4 സ്റ്റെപ്പിലൂടെ അങ്ങ് പോക്കും. ആദ്യം വേഗതയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം എന്താണെന്ന് നോക്കും. പിന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തും. തുടർന്ന് ആ പരിഹാരത്തിന് ഞെട്ടിക്കുന്ന ചില പ്രത്യാഘാതങ്ങളും കാണും. അവസാനം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച ആ പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാക്കും. നമ്മുടെ ഒന്നാമത്തെ ഭാഗം വേഗതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ഇവിടെയാണ് നമ്മുടെ കോമൺ സെൻസ് മൊത്തത്തിൽ തകരാറിലാവാൻ പോകുന്നത്. ഒരു കാര്യം സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു ട്രെയിൻ വി എന്ന സ്പീഡിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ആ ട്രെയിനിന്റെ ഉള്ളിലിരുന്ന് നിങ്ങളൊരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോ ആ വെളിച്ചം എത്ര സ്പീഡിലാവും പോകുക? നമ്മുടെയൊക്കെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് എന്താ ഉത്തരം? സിമ്പിൾ അല്ലേ? ട്രെയിനിന്റെ വേഗതയും വി, പിന്നെ ലൈറ്റിന്റെ വേഗതയും സി കൂടി കൂട്ടുക. അതായത് C+V. ക്ലാസിക്കൽ ഫിസിക്സ് കാലങ്ങളായിട്ട് വിശ്വസിച്ചിരുന്നതും ഇതുതന്നെയാണ്. പക്ഷേ യാഥാർത്ഥ്യം നമ്മളെ ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു. എത്രയെത്ര പരീക്ഷണങ്ങൾ നടത്തിയിട്ടും കിട്ടിയ ഉത്തരം ഒന്നു മാത്രം: പ്രകാശത്തിന്റെ വേഗത എപ്പോഴും C ആണ്. നിങ്ങൾ ഓടുന്ന ട്രെയിനിലിരുന്നാലും ശരി, പുറത്തു നിന്നാലും ശരി, പ്രകാശവേഗതയ്ക്ക് ഒരു മാറ്റവുമില്ല. ഇതോടെ ഭൗതികശാസ്ത്രം മൊത്തത്തിലൊരു വലിയ പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് ഇന്നത്തെ ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു തൂണ് തന്നെ ഉണ്ടാകുന്നത്. പ്രകാശവേഗത ഒരു പ്രപഞ്ച സത്യമാണ്. അത് നിങ്ങൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു മാറില്ല. ഈ ഒരൊറ്റ നിയമം ശരിയാവാൻ വേണ്ടി സ്ഥലത്തെയും കാലത്തെയും കുറിച്ചുള്ള നമ്മുടെ പഴയ ധാരണകളെല്ലാം പൊളിച്ചെഴുതേണ്ടി വന്നു. അപ്പോ പിന്നെ ഈ വലിയ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? ശരി, നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഐൻസ്റ്റൈൻ അടക്കമുള്ളവർ മുന്നോട്ടുവച്ച് ആ ഗണിതശാസ്ത്രപരമായ പരിഹാരത്തിലേക്ക്. ഇതാണ് സംഭവം: ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്. അതായത് ഒരേ സംഭവത്തെ പക്ഷെ 2 വേഗതയിൽ പോകുന്ന 2 പേർ എങ്ങനെ കാണുന്നു എന്ന് പറയുന്ന കുറച്ച് ഇക്വേഷൻസ്. ഇതിന്റെ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: പ്രകാശവേഗത എല്ലാവർക്കും ഒന്നായിരിക്കണം. ആ ഒരു നിയമം പാലിക്കാൻ വേണ്ടി സ്ഥലത്തെയും കാലത്തെയും ഈ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. അതെ, ഇത് സ്ഥലത്തെക്കുറിച്ചോ കാലത്തെക്കുറിച്ചോ മാത്രമല്ല, ഇവ രണ്ടും ചേർന്ന് സ്ഥലകാലം എന്ന ഒരൊറ്റ ആശയത്തെക്കുറിച്ചാണ്. ഈ ഇക്വേഷൻസിലൊരു മാന്ത്രികനുണ്ട്, അറിയുമോ? അതാണ് ഗാമ ഫാക്ടർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് നോബ് പോലെയാണ്. വേഗത കൂടുന്നതിനനുസരിച്ച് സ്ഥലത്തിനും കാലത്തിനും എന്ത് മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഗാമയാണ്. ഇതാണ് ഗാമയുടെ ഇക്വേഷൻ. കണ്ടിട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. നിങ്ങൾ വളരെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ ആ വി വളരെ ചെറുതായിരിക്കും, അല്ലേ? അപ്പോൾ ഗാമ ഏകദേശം 1ന്റെ അടുത്തായിരിക്കും. അതായത് കാര്യമായ മാറ്റം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡിനോട് അടുക്കുംതോറും ഈ ഗാമയുടെ വാല്യൂ റോക്കറ്റ് പോലെ കുതിച്ചുയരും. ഈ ഗാമ ഫാക്ടറാണ് നമ്മുടെ റിയാലിറ്റി അങ്ങോട്ട് വളച്ചൊടിക്കുന്നത്. ഇനി ആ നിർണായകമായ ഇക്വേഷൻസ് നോക്കാം. ഇതിലെ ഏറ്റവും വിപ്ലവകരമായ ആശയം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ആ അവസാനത്തെ ഇക്വേഷനിലാണ്. ഒന്ന് നോക്കിയേ. ചലിക്കുന്ന ഒരാളുടെ സമയം, അതായത് T', അത് പഴയ സമയത്തെ മാത്രമല്ല, അയാളുടെ സ്ഥാനത്തെയും അതായത് എക്സിനെയും ആശ്രയിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് സ്ഥലവും കാലവും തമ്മിൽ പിരിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് കണക്ക് വെച്ച് നമ്മളോട് ഒരാൾ പറയുന്നത്. ശരി, അപ്പോൾ ഈ പുതിയ നിയമങ്ങളൊക്കെ നമ്മുടെ ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് കടക്കാം: ചലനത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ഒരു വിചിത്രമായ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തേത് ടൈം ഡയലേഷൻ. സിംപിളായി പറഞ്ഞാൽ, വേഗത്തിൽ പോകുന്ന ഒരു ക്ലോക്ക് അനങ്ങാതെ നിൽക്കുന്ന ഒന്നിനേക്കാൾ പതുക്കെയാവും ടിക്ക് ചെയ്യുക. അതായത് സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല. ഓരോരുത്തർക്കും അവരവരുടെ സ്പീഡ് അനുസരിച്ച് ഒരു പേഴ്സണൽ ടൈമുണ്ട്. രണ്ടാമത്തേത് ലെങ്ത് കോൺട്രാക്ഷൻ. വേഗത്തിൽ പോകുന്ന ഒരു വസ്തു അതിന്റെ പോകുന്ന ദിശയിൽ ചുരുങ്ങുന്നതായി നമുക്ക് തോന്നും. പ്രകാശവേഗതയോടടുക്കുമ്പോൾ ആ വസ്തു ശരിക്കും അങ്ങ് ചുരുങ്ങും. പ്രപഞ്ചം തന്നെ അതിനെ പിടിച്ചു ഞെരുക്കുന്നത് പോലെ. മൂന്നാമത്തെ കാര്യം വേഗതകൾ കൂട്ടുന്നതിനുള്ള പുതിയ നിയമമാണ്. നമ്മൾ ആ ട്രെയിനിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ചുമ്മാ വേഗതകൾ തമ്മിൽ കൂട്ടാൻ പറ്റില്ല. കാരണമെന്താ? ഈ പ്രപഞ്ചത്തിൽ ഒരു ഫൈനൽ സ്പീഡ് ലിമിറ്റുണ്ട്, പ്രകാശവേഗത. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, സിയെ മറികടക്കാൻ ഒന്നിനും പറ്റില്ലെന്ന് ഈ നിയമങ്ങൾ ഉറപ്പാക്കും. നാലാമത്തെ ഐഡിയ, ഒരുപക്ഷെ ഇതാണ് ഏറ്റവും വിചിത്രമായത്: ഒരേ സമയം എന്നൊരു സംഭവേയില്ല.
അതായത് എനിക്ക് ഇപ്പോൾ ഒരേ സമയം നടക്കുന്നതായി തോന്നുന്ന രണ്ട് കാര്യങ്ങൾ എന്നെക്കാൾ വേഗത്തിൽ പോകുന്ന നിങ്ങൾക്ക് ഒരേ സമയത്തായിരിക്കില്ല നടക്കുന്നത്. എന്റെ ഇപ്പോഴല്ല, നിങ്ങളുടെ ഇപ്പോൾ. പ്രപഞ്ചത്തിന് ഒരു കോമൺ ഇപ്പോൾ ഇല്ല. സമയം പതുക്കെയാവുന്നു, നീളം കുറയുന്നു, ഇപ്പോൾ എന്നൊന്നുമില്ല. എന്താണിതൊക്കെ? ഈ വിചിത്രമായ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ശരി, നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം, യാഥാർത്ഥ്യത്തിന്റെ ആ പുതിയ നിയമത്തിലേക്ക്. എന്തിനാണ് പ്രപഞ്ചം സ്ഥലത്തെയും കാലത്തെയും ഒക്കെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളും ഭയങ്കര മനോഹരവുമാണ്. ഫിസിക്സിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നൊരു നിർബന്ധം പ്രപഞ്ചത്തിനുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും ശരി, ഒരു സൂപ്പർ ഫാസ്റ്റ് റോക്കറ്റിൽ പോവുകയാണെങ്കിലും ശരി, ഫിസിക്സിന്റെ നിയമങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പാടില്ല. അത് ഉറപ്പാക്കാനാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ. ഈ ഒരു ഉദ്ധരണി ഇതിനെല്ലാം ഒരു സമ്മറി തരും. സ്ഥലത്തെയും കാലത്തെയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കോർഡിനേറ്റുകളായി കാണണമെന്ന് ഈ മാറ്റങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവ രണ്ടല്ല, ഒന്നാണ്. ഒരുമിച്ചു ചേർന്ന സ്ഥലകാലം എന്ന 4 ഡയമെൻഷനുള്ള ഒരു റിയാലിറ്റി. അപ്പം നമ്മൾ അവസാനമെത്തുന്ന വലിയ ചോദ്യം ഇതാണ്. നിങ്ങളുടെ വേഗത അനുസരിച്ച് സ്ഥലവും കാലവും ഒക്കെ മാറുമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്ഥിരമായിട്ടുള്ളത്? പ്രകാശവേഗതയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സത്യം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ വിവരണം നമുക്ക് അവസാനിപ്പിക്കാം.